നമസ്തേ. കൃഷ്ണീയം ആധ്യാത്മിക യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആധ്യാത്മിക സപര്യ നയിക്കുന്നത് വേദാന്ത ആചാര്യനും ജ്യോതിഷിയുമായ ബ്രഹ്മശ്രീ പാലങ്ങാട്ട് കൃഷ്ണൻ നമ്പൂതിരി. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർച്ചയായ വീഡിയോ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. സംശയങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സ് വഴിയോ നേരിട്ട് വാട്സാപ്പ് നമ്പർ വഴിയോ അറിയിക്കാവുന്നതാണ്. ഹരേ നമഃ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം പാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദശങ്കരം ലോകശങ്കരം. ജ്ഞാനപ്രദത്വേന ഗുരുത്വമേതി ജ്ഞാനാഗ്നിസഖ്യേന ച യന്മരുത്വം തൽപത്തനേശസ്വപുരപ്രഭാവം വൈയജ്ഞവര്യേ പ്രകടീകരോതു. കോമളം കൂജേൻവേണം ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഇങ്ങനെ ഇതുവരെ ഇപ്പോൾ ചിന്തിച്ചു വെച്ചത് രണ്ടാമത്തെ അധ്യായത്തിൽ സാഖ്യയോഗത്തിൽ 15 ശ്ലോകങ്ങളെയാണ്. 16ാമത്തെ ശ്ലോകത്തിൽ എന്താ പറയുന്നത് എങ്കിൽ നാസതോ വിദ്യത്തെ ഭാവ നാഭാവോ വിദ്യത്തെ സത ഉഭയോരപി ദൃഷ്ടോന്തഃ തനയോസ്തത്വദർശിഭി എന്ന. എന്താണ്? അപ്പോൾ ഈ ഇല്ലാത്തതായിരിക്കുന്ന ശോകമോഹാദികൾ, ശീതോഷ്ണ സുഖദുഃഖാദികൾ ഹേതുവായിട്ടുണ്ടാകുന്ന ശോകമോഹാദികളിൽ പെട്ട് ഉഴലുന്ന മാനവൻ, ബുദ്ധിമാനായിരിക്കുന്നവർ ആ ദ്വന്ദ്വഭാവങ്ങളെയെല്ലാം സഹിച്ചുകൊണ്ട് യുക്തനായി മുക്തിക്ക് തന്നെ അമൃതത്വായ കൽപ്പതേ മുക്തി അനുഭവിക്കാൻ പൂർണ്ണമായിരിക്കുന്ന ജ്ഞാനത്തിന് യോഗ്യനായിത്തീരുന്നു എന്ന് പറഞ്ഞില്ല. അപ്പോൾ ഈ ദ്വന്ദ്വാദിഭാവങ്ങളിലുള്ള ഇതെല്ലാം ശീതോഷ്ണാദി സഹനം ശരി, അതെല്ലാം യുക്തം തന്നെയാണ്. എന്തുകൊണ്ടാണ് അത് യുക്തം എന്ന് പറഞ്ഞത് എങ്കിൽ അതാണ് ഇവിടെ പറയുന്നത്. അസതഃ ഭാവോ എന്ന വിദ്യത്തെ, ഇല്ലാത്തതിന് ഉണ്ട് എന്ന ഭാവല്യ. അസതഃ എന്ന് വെച്ചാൽ ഇല്ലാത്തത്. ഭാവോ എന്ന വിദ്യത്തെ, ഭാവം എന്ന് വെച്ചാൽ ഉണ്മ. ഇല്ലാത്തതിന് എന്തുണ്മയാണ്? അതില്ല. നാഭാവോ വിദ്യത്തെ സത, സതഃ അഭാവോ എന്ന വിദ്യത്തെ. സത്തിനോ ഉള്ളതിന് ഇല്ല എന്നുള്ള ഒരു ഭാവമില്ല. അതാണല്ലോ ഈശ്വരനില്ല എന്ന് പറയുമ്പോൾ ആദ്യം എന്താ പറയണേ? ഈശ്വരൻ. എന്നിട്ടല്ല ഇല്ല എന്ന് പറയണേ. ഇല്ല എന്ന് പറഞ്ഞാൽ അതുണ്ട് എങ്കിലല്ലേ ഇല്ല എന്ന് പറയേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഈശ്വരനുണ്ട് എന്ന് ഉറപ്പിക്കുകയാണ് ഈശ്വരൻ ഇല്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ഉഭയോഃ അപി അന്തഃ ദൃഷ്ടഃ തു അനയോഃ അന്തഃ ദൃഷ്ടഃ തത്വദർശിഭിः. ഈ തത്വദർശികൾ രണ്ടിൻ്റെയും അന്തം, അവസാനം അനുഭവിച്ചറിഞ്ഞവരാണ്. രണ്ടവസ്ഥകളുടെയും രഹസ്യം തത്വദർശികൾ അറിഞ്ഞവരാണ്.
എന്ന് പറയുന്നു. അതാണ് ഈ ദ്വന്ദ്വങ്ങളെയെല്ലാം സഹിച്ച് അതിനെയെല്ലാം തൃണവൽഗണിച്ച് തന്നെ മുന്നോട്ട് പോകണം എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ എല്ലാം രഹസ്യം അറിയണമെങ്കിൽ, തത്വം അറിയണമെങ്കിൽ ഇങ്ങനെ പ്രവർത്തിച്ചാലേ അറിയൂ. അതുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം. ഇപ്പോൾ ഇവിടെ നാസതോ അവിദ്യമാനസ്യ ശീതോഷ്ണാദേഹ സകാരണസ്യ ന വിദ്യത്തെ നാസ്തി ഭാവോ ഭവനം അസ്ഥിത എന്ന് തന്നെ ആചാര്യസ്വാമികളും പറയുന്നു. അസത ഭാവോ ന വിദ്യത്തെ എന്നല്ലേ പറഞ്ഞത്. അസത്തായിരിക്കുന്ന ഇല്ലാത്ത ഒന്നിന് ഉണ്മ ഉണ്ടാവില്ല. അത് എന്തിനെ കുറിച്ചാണ് പറഞ്ഞത് എങ്കിൽ, ഈ അസത്തായിരിക്കുന്ന ശീതോഷ്ണ സുഖദുഃഖാദികൾ, ഇപ്പം ദുഃഖമുണ്ടെങ്കിൽ അടുത്തത് സുഖമാവും, അടുത്ത സുഖമാണെങ്കിൽ പിന്നെ ദുഃഖമാവും, ഇപ്പം ചൂടാണെങ്കിൽ അത് തണുക്കും, തണുത്താൽ അത് വീണ്ടും ചൂടാവും. ഇങ്ങനെ ഉള്ള ദ്വന്ദ്വാദികൾ പ്രപഞ്ചത്തിൽ നിന്ന് നിലനിൽക്കും. ഇതിലൊന്നും സത്യത്തിൽ ഉണ്മ, അനശ്വരത്വമില്ല, നാശമില്ലാത്തൊരവസ്ഥയില്ല. ഇതുണ്ട് എന്ന് പറയാൻ വയ്യ, ഉണ്ട് എന്ന് തോന്നുക മാത്രമാണ്. എങ്ങനെ അതിന് പറയാം. അപ്പോൾ എന്തുകൊണ്ടാണ് അതങ്ങനെ? കാരണം ഇതൊക്കെ സകാരണമാണ്. ശീതോഷ്ണാദി സകാരണം പ്രമാണൈ നിരൂപ്യമാണം വസ്തു സദ്ഭവതി. അങ്ങനെയാ, ഒരു കാരണം കൊണ്ടേ ആ കാര്യം ഉണ്ടാവുള്ളൂ. സ്വർണം കൊണ്ടല്ലേ സ്വർണ്ണമാല ഉണ്ടാവും. അതുപോലെ ഒരു കാര്യമായിരിക്കുന്ന ഈ സുഖദുഃഖാദികൾ ഉണ്ടാവണമെങ്കിൽ അതിനൊരു കാരണം വേണം. അപ്പോൾ എല്ലാറ്റിനും കാരണത്തിൽ നിന്നും ഉണ്ടാകുന്ന ഈ വസ്തുക്കളൊക്കെ സത്യം പറഞ്ഞാൽ എന്താണ്? സവികാരം, അതിൻ്റെ ഒരു വികാരം മാത്രമാണ്. അപ്പോൾ കുറേ വിറക് കൂട്ടി തീയിട്ടു, എന്നാൽ വിറക് അവിടെ കുറച്ച് നേരം നോക്കിയാൽ വിറക് കാണില്ല, അതെല്ലാം ഭസ്മമായി അല്ലേ? വിറകിൻ്റെ മറ്റൊരു വികാരമാണ് ഭസ്മം, അത്രയേ ഉള്ളൂ. അതെല്ലാം ഒരു ഭസ്മമായി. ആ ഭസ്മം കൊണ്ട് പിന്നെ വീണ്ടും ഇതുണ്ടാക്കാൻ പറ്റുമോ? അത് പറ്റില്ല. അപ്പോൾ വാസ്തവത്തിൽ ഈ വികാരം കൊണ്ടുണ്ടാകുന്നതായ ഈ വസ്തുക്കളൊക്കെ ഉണ്ടല്ലോ, ഇത് നാസതോ ആസത്താണ്, ശാശ്വതമായി നിലനിൽക്കാത്ത വസ്തുവാണ്. മണ്ണ് കൊണ്ട് കുട ഉണ്ടാക്കി, കുട ഏത് കാലത്ത് നിൽക്കുമോ? ഇല്ല. കുടം പൊട്ടിപ്പോയാൽ മണ്ണെന്നുള്ള സാധനം ഉണ്ടാവും അല്ലേ? ആ കുടം ഉണ്ടാവില്ല. മണ്ണിൻ്റെ കുടം പൊട്ടിയാൽ അടുത്ത കുടം ഉണ്ടാവും എന്നല്ലാതെ ഈ കുടം ഉണ്ടാവില്ല. കാരണമായ മണ്ണ് മാത്രം വിശേഷിക്കും അല്ലേ? അപ്പോൾ കാരണമേ ഉണ്ടാവുള്ളൂ, കാര്യം ഉണ്ടാവില്ല എന്നർത്ഥം. കാര്യം അതിൻ്റെ വികാരമാണ്. മണ്ണിൻ്റെ ഒരു വികാരം, മറ്റൊരു വികാരമാണ് കുടം, അതുണ്ടാവില്ല. അപ്പോൾ അസത്തായിരിക്കുന്ന ഇതിന് നിലനിൽപ്പ് അത്രയേ ഉള്ളൂ. പക്ഷേ സത്തായിരിക്കുന്ന വസ്തുവാണെങ്കിലോ, സത്തായിരിക്കുന്ന വസ്തുവിന് ഇതിൽ കുടം, മണ്ണ് എന്ന ഒരു സത്വവും അതുപോലെ കുടം എന്ന ഒരസത്വമാണ്. ആ കുടം പൊട്ടിപ്പോയിടുന്ന വരിക കുടം. പക്ഷേ മണ്ണ്, ആ മണ്ണിൻ്റെ കുടം പൊട്ടിപ്പോയാലും മണ്ണ് മണ്ണായിട്ടുണ്ട് അല്ലേ? ഇതുപോലെ ഈ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. ഈ ശീതോഷ്ണ സുഖദുഃഖാദികളൊക്കെ ഇല്ലാതായാലും ഇന്ദ്രിയം ഉണ്ടാവും. ഇന്ദ്രിയങ്ങൾ ഉണ്ടായി ഇതോട് മാത്രങ്ങളുമായിട്ട് ഈ സ്പർശം വരുമ്പോഴേ എന്താവും? സുഖദുഃഖാദികൾ പിന്നെയും ഉണ്ടാവും. അപ്പോൾ ഇത് അസത്തിന് ഭാവം നശ്വര
നശ്വരമായിരിക്കുന്ന ഇതിന്, ഇല്ലാത്തതായ ഒരു വസ്തുവിന് ഉണ്മ എന്നത് ഒരിക്കലും ഉണ്ടാവില്ല. മരുമരീചിക നോക്കിയില്ലേ, അതിലെങ്ങനെയാ ഇല്ലാത്തതായ ഈ വെള്ളം ഉണ്ടെന്ന് തോന്നുകയാണ്. അപ്പോൾ മരുഭൂമിയിൽ വെള്ളം ഉണ്ടെന്ന് തോന്നുക, അതെന്തുകൊണ്ടാണ്? അത് സൂര്യപ്രകാശത്തിൻ്റെ പ്രതിഫലനം കൊണ്ട് ചുട്ടുപഴുത്ത സ്ഥലത്ത് വെള്ളം ഉണ്ടെന്ന് തോന്നും. മരുമരീചിക അതിൻ്റെ പേര്. ഇത്രയേ ഉള്ളൂ, ഒരു തെറ്റിദ്ധാരണ. ആ തെറ്റിദ്ധാരണ കൊണ്ട് അവിടെ വെള്ളം ഉണ്ടാവുമോ? ഇല്ല. പക്ഷേ തെറ്റിദ്ധാരണ എന്നൊരു വസ്തുവില്ലേ, അതുണ്ട്. ഇതുപോലെയാണ് ഈ സുഖദുഃഖാദികളൊക്കെ സത്യം പറഞ്ഞാൽ സതോ വിദ്യതേ ഭാവ, ഈ അസത്തായിരിക്കുന്ന വസ്തുവിൻ്റെ ഭാവം ന വിദ്യതേ, ഇതിന് അസത്തിനൊരിക്കലും ശാശ്വതമായ നിലനിൽപ്പില്ല. അഭാവോ വിദ്യതേ സത, സത്തായിരിക്കുന്ന ഒരു ഇതുണ്ട് അല്ലേ, നാശമില്ലാത്തൊരു വസ്തുവിന്, അതിന് ഒരിക്കലും ഇതുമില്ല. എന്ത്? നാശമില്ലാത്തൊരു വസ്തുവിന് ഉണ്മയില്ലായ്മയില്ല. ഉണ്ട് എന്നുള്ളത് സത്തിൻ്റെ സ്വഭാവമാണ് എന്നർത്ഥം. ഉള്ളതിന് ഇല്ല എന്നുള്ള ഒരവസ്ഥയേ ഇല്ല. അതാണ് ഞാനുണ്ട്, നീയുണ്ട്, ഈ പ്രപഞ്ചമുണ്ട്. ഇതൊക്കെ ഏതൊരു സമയം വരെ നമ്മുടെ ഉള്ളിൽ ഈ ഉണ്മ ഉണ്ടോ അതുവരെ ഇതൊക്കെ ഉണ്ട്, ഞാനുണ്ട്. എപ്പോൾ ഈ ഉണ്മ ഇവിടെ നിന്ന് പോകുന്നുവോ ആ സമയത്ത് ഞാനും ഇല്ല, ഇതുമില്ല, ഒന്നുമില്ല, എന്നെ സംബന്ധിച്ചൊന്നുമില്ലല്ലോ, അല്ലേ? അതാണ് ഉഭയോഹോ, ഇതിൻ്റെ രണ്ടിൻ്റെയും ഉഭയോഹോ അന്തഃ ദൃഷ്ട, അങ്ങനെയാ. അപ്പോൾ ഉഭയോ അന്തഃ, ഏവം ആത്മാനാത്മനോഹോ, ആത്മാവിൻ്റെ നാശമില്ലാത്ത ആത്മാവിൻ്റെയും നാശമുള്ളതായിരിക്കുന്ന അനാത്മാ ശരീരത്തിൻ്റെയും സദസതോഹോ, സത്തും അസത്തുമായിരിക്കുന്ന ഈ ഭാവത്തിൻ്റെ, ഇതാണ് രണ്ട് ഉഭയത്വം എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ ദൃഷ്ട ഉപലബ്ധ അന്തഃ നിർണയ, ഇങ്ങനെയാണ്. ഇതിൻ്റെ അന്തം നിർണയിച്ച ആള്, അറിഞ്ഞ ആള്. സത് സദേവ, അസത് സദേവ, അസത് അസത്തേവ, സത് സദേവ. സത്ത് സത്താണ്, അസത്ത് അസത്താണ് എന്ന വേർതിരിച്ച ജ്ഞാനം അനുഭവിച്ച ഒരാള് തൂ അനയോഹോ, ഇവിടെ അതിനാണ് ഉരുത്തു ദൃഷ്ടോന്ത തനയോസ് തത്വദർശിഭി എന്ന് പറഞ്ഞത്. യഥോക്തയോഹോ തത്വദർശിഭി ദൃഷ്ട, തത്വദർശികൾ ഇതിൻ്റെ യാഥാർത്ഥ്യം ഇന്നത്, ഇത് സത്താണ്, ഇത് അസത്താണ് എന്ന് അറിഞ്ഞവരാണ്. അങ്ങനെ അറിഞ്ഞവർക്ക് ഒരു ബുദ്ധിഭ്രമം ഉണ്ടാവില്ല എന്ന്. അതുകൊണ്ടാണ് അവരെ ദൃഷ്ടോ അന്തഃ തത്വദർശിഭി എന്ന് പറയാനുള്ള കാരണം. തത്വദർശിഭി എന്ന് പറഞ്ഞാലോ തത്വത്തെ ദർശിക്കുന്നവരാണ്. തത് എന്ന് വെച്ചാൽ എന്താ? തത് എന്ന് വെച്ചാൽ സർവനാമം. തത് എന്നൊരു സർവനാമമാണ്. സർവനാമം എന്ന് വെച്ചാൽ എന്താ? ബ്രഹ്മ, അതാണ് ഈശ്വരൻ. തസ്യ നാമ തദിതി, അതുകൊണ്ടാണ് ഈശ്വരനെ, ബ്രഹ്മത്തെ തത് 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 എന്ന് വിശേഷിപ്പിക്കാനുള്ള കാരണം. അങ്ങനെയുള്ള തത് ഭാവ തത്വം, ആ ഈശ്വരഭാവം, ബ്രഹ്മഭാവം, അതാണ് തത്വം. അപ്പോൾ തദ്ഭാവം ബ്രഹ്മണ യാഥാത്മ്യം
തത്വത എന്തായി? ഇപ്പോൾ സത്യത്തിൽ അർത്ഥം എന്താവും? ബ്രഹ്മത്തിൻ്റെ യാഥാത്മ്യം. തത് ദൃഷ്ടും ശീലം, അത് ദർശിക്കുവാനുള്ള സ്വഭാവം അതുള്ള ആളാണ് തത്വദർശി. അതിൻ്റെ തൃതീയ ബഹുവചനാണ് തത്വദർശിഭി എന്ന്. അപ്പോൾ എന്താ? അപ്പോൾ തത്വദർശികളായി ഇരിക്കുന്നവർ ഇത് മനസ്സിലാക്കി അവർ പരിഭ്രമിക്കാറില്ല എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ തത്വം മനസ്സിലാക്കേണ്ടത് എന്ന് വെച്ചാൽ, അതും ആചാര്യസ്വാമികൾ തന്നെ പറയുന്നുണ്ട്. ത്വമപി തത്വദർശിനാം ദൃഷ്ടിം ആശ്രിത്യ ശോകം മോഹം ച ഹിത്വാ ശീതോഷ്ണാദീനി നിയത അനിയത രൂപാണി ദ്വന്ദ്വാനി വികാരഃ അയം അസന്നേവ മരീചി ജലം മരീചി ജലവത് മിഥ്യാ അവഭാസത്തെ ഇതി മനസ്സി നിശ്ചിത്യ തിദിക്ഷസ്വ. ഇതാണ് ഇവിടുത്തെ പ്രകരണാർത്ഥം. നീയും അർജുന, നീയും ഈ തത്വദർശികളുടെ യഥാർത്ഥ രൂപം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതുപോലെ ശോകമോഹാദികളിൽ പെടാതെ അതിൽ നിന്നെല്ലാം ഉയർത്തെഴുന്നേറ്റ് ശീതോഷ്ണ സുഖദുഃഖാദികളായിരിക്കുന്ന നൈമിഷികമായിരിക്കുന്ന വികാരങ്ങളിൽ അകപ്പെടാതെ ഈ പ്രപഞ്ചത്തിലെ ദ്വന്ദ്വങ്ങളെ എല്ലാം മരുമരീചികകളാണ് എന്നുള്ള സത്യാവസ്ഥ മനസ്സിലാക്കി അതുപോലെയാണ് എന്നുള്ളത് സങ്കൽപ്പിച്ച് ഇതിനെയെല്ലാം തിദിക്ഷസ്വ പ്രസഹസ്വ, ഇതിനെയെല്ലാം വലിയ ശ്രദ്ധ കൂടാതെ അനുഭവിച്ച് തള്ളിക്കൊള്ളുക. അപ്പോൾ അതാണ് തിദിക്ഷസ്വ എന്നങ്ങോട്ടാണ് അന്വയം. നീയും ഇതുപോലെ ഇത് മനസ്സിലാക്കിയിട്ട് ഈ ശീതോഷ്ണ ഈ ദ്വന്ദ്വാദികളെയെല്ലാം തിദിക്ഷ ചെയ്ത് ആത്മാ സാക്ഷാത്കാരത്തിലേക്ക് ഉയരുകയാണ് വേണ്ടത് എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. അപ്പോൾ കിം പുനഃസത് തദേവ സർവം അസ്തി എന്ന്. ആ തത് എന്ന് പറഞ്ഞല്ലോ തത്വദർശിഭീന്. ആ തത് എന്താണ്? ആ തത്സ്വരൂപം എന്താണ്? അത് എല്ലായിടത്തും അതാണുള്ളത്. അതില്ലെങ്കിൽ അതില്ല എന്ന് വന്നാൽ എന്താവും? ശവമായിരിക്കും, പിന്നെ ഒന്നും ഉണ്ടാവില്ല. ഈ പ്രപഞ്ചം തന്നെ ഉണ്ടാവില്ല. അപ്പോൾ പ്രപഞ്ചത്തിൽ എല്ലാറ്റിലും ഉണ്ട് എന്ന് തോന്നാനുള്ള കാരണം ഈ തത് എന്ന ആ തദ്വസ്തു സദ്വസ്തു അനുസ്യൂതമായിട്ട് ഉള്ളിൽ കൂടെ സൂത്രേ മണികളായിവ, മണികളുടെ നടുക്കിലൂടെ ഒരു നൂലിങ്ങനെ കോർത്തിരിക്കും അല്ലേ? അല്ലാതെ മണികളിങ്ങനെ തൂങ്ങിക്കിടക്കുകയല്ല മാലയിൽ. അതിൻ്റെ ഉള്ളിൽ കൂടെ കടന്നു പോകുന്ന നൂലിനെ ആരും കാണുന്നില്ല. അതുപോലെ ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളിലും ഓതംപ്രോതമായിട്ട് ഉള്ളിൽ കൂടെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്ന ആത്മസ്വരൂപത്തെ, ആ ജീവനെ ആരും അറിയണില്ല. പക്ഷേ എന്താ? അതേ ഉള്ളൂ. അതുകൊണ്ടാണ് നിലനിൽപ്പും. ഇതാണ് സത്യാവസ്ഥ. അതാണ് ഇവിടെ പറയണത്. അവിനാശിതു തദ്വിദ്ധി യേന സർവമിദം തതം വിനാശം അവ്യയസ്യ ന കശ്ചിൽ കർത്തുമർഹതി. ഇതൊരു ഭയങ്കരമായ ശ്ലോകമാണ്. ഈ അവിനാശിതോ തത് വിദ്ധി, തത് എന്ന് വെച്ചാൽ
അവിനാശി തോ തത് തോ അവിനാശി വിദ്ധി. അങ്ങനെയാണ്. അതാകട്ടെ, യാതൊന്നാകട്ടെ ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നതാണ്. ഏന സർവമിതം തതം. യാതൊന്നാകട്ടെ ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കും. അത് നാശമില്ലാത്തതുമാണ്. അവിനാശിത്വ വിധി. അതാവട്ടെ അവിനാശിയാണെന്ന് കൂടി അറിയാം. അസ്യ വിനാശം ന കശ്ചിൽ കർത്തും അർഹതി. ഇതിൻ്റെ വിനാശത്തെ ചെയ്യാൻ ഒരാൾക്കും സാധ്യമല്ല. ഇതാർക്കും നശിപ്പിക്കാൻ സാധ്യമല്ല. ഏതൊന്നാണോ ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത് അത് നാശമില്ലാത്തത്. എന്നാൽ അതിനെ നശിപ്പിക്കാൻ ഒരാളെ കൊണ്ടും സാധ്യമല്ല. ഇതാണ് ഈ പറഞ്ഞതിൻ്റെ താല്പര്യം. അപ്പോൾ അവിനാശി എന്ന് വെച്ചാൽ എന്താ? സ്ഥലത്തിൻ്റെ പേരല്ല. ന വിനഷ്ടും ശീലം അസ്യേതി. ഇങ്ങനെ നാശത്തിൻ്റെ സ്വഭാവമുള്ളത് ശരീരം. ഏറ്റവും അടുത്ത് അറിയുന്ന ഒരു സംഗതി എന്താ? നമ്മളുടെ ശരീരം. ഇതുപോലെയല്ല. ഇത് വിനാശശീലമുള്ളതാണ്. കുട്ടിക്കാലത്ത് ജനിച്ചു അതുപോലെ നിൽക്കുകയാണോ? അല്ല. അതൊക്കെ നഷ്ടപ്പെട്ട് യൗവനത്തിലെത്തി. പിന്നെ അത് നിൽക്കുകയല്ല. അതിങ്ങനെ ബാല്യാവസ്ഥ ഒക്കെ നഷ്ടപ്പെട്ട് യൗവനത്തിലെത്തി. യൗവനമൊക്കെ നഷ്ടപ്പെട്ട് ജരയിലെത്തി. ജരയിലും അവസാനം എല്ലാം കൂടി നഷ്ടപ്പെടും. ഒരിക്കലും ഇവിടുന്ന് പോകും. അല്ലേ? ഇതാണ് വിനാശശീലം. ഇത് ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുവിനുള്ളതാണ്. സൂര്യൻ രാവിലെ ആയ അങ്ങനെ പോയി അവസാനം പടിഞ്ഞാറ് അസ്തമിക്കും. അതുറപ്പാണ്. അസ്തമിച്ചാലോ പിന്നെ കിഴക്കുതിക്കും. അതാണ്. അസ്തമിച്ചാൽ ഏത് സമയത്തും അസ്തമനം അങ്ങനെ നിൽക്കില്ല, പിന്നെ കിഴക്കുതിക്കും. ഇങ്ങനെ എല്ലാ ചരാചരങ്ങളും ഏത് ഗ്രഹങ്ങളും ഒക്കെ പ്രപഞ്ചം മുഴുവൻ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. ഈ ശീലമായതാണ് നാശത്തെ. വിനാശത്തെ ശീലമാക്കി വെച്ചതാണ് പ്രപഞ്ചത്തിലെ വസ്തുക്കൾ. എന്നാൽ ഇത് അതിൽപ്പെട്ടതല്ല എന്ന്. അതുകൊണ്ടാണ് അവിനാശി എന്ന് പറയാനുള്ള കാരണം. ഇത് വിനാശത്തിൽ നിന്നും വേർപെട്ട വസ്തുവാണ് എന്നുള്ളത് പ്രത്യേകം അറിയുക എന്നാണ്. അതുകൊണ്ട് ഇത് വിനാശമില്ലാത്തതാണ്. തദ്വിധി, അങ്ങനെ തന്നെ മനസ്സിലാക്കൂ. വിനാശമില്ലാത്തതാണ് ഈ സത്വസ്തു എന്ന് തന്നെ മനസ്സിലാക്കൂ. അങ്ങനെ മനസ്സിലാക്കിയിട്ട് എന്താ കാര്യം എന്നല്ലേ? ആണെങ്കിൽ ഏന സർവം ഇതം തതം, ആ വസ്തുവിനെ കൊണ്ടാണ് ഇത് മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത് എന്ന്. നമ്മൾക്ക് എല്ലാം അറിയണം, എല്ലാം സ്വായത്താക്കണം എന്നല്ലേ ആഗ്രഹം. ഒന്നറിഞ്ഞാൽ എല്ലാം അറിയണം എന്ന് വെച്ചാൽ എളുപ്പമല്ലേ? അതുകൊണ്ട് എല്ലാറ്റിലുമുള്ള ആ ഉമ്മ എന്ന വസ്തു ഇതാണ് എന്നറിഞ്ഞാൽ സർവമിതം ജഗത് തതം വ്യാപ്തം തദാ സദാഖ്യേന ബ്രഹ്മണ സാകാശം സാകാശം ആകാശേനേവ ഘടാ അതയ എന്ന്. ഒരു പാത്രം ഉണ്ടെങ്കിൽ ആ പാത്രത്തിൻ്റെ അകത്തും പുറത്തും ഒരുപോലെ സ്പേസ് ഉണ്ട് അല്ലേ? ആകാശം. അതിനെ ആകാശം കൊണ്ടുകൂടിയിരിക്കുക. നമ്മളെ ശരീരം അകത്തുമുണ്ട് പുറത്തുമുണ്ട്. അതുകൊണ്ടാണല്ലോ നമുക്ക് ചലിക്കാൻ പറ്റുന്നത്. ആകാശം, ഈ പുസ്തകം, ഇങ്ങനത്തെ എല്ലാ വസ്തുവും. ഇതുപോലെയാണ്
ഈ സദ്വസ്തുവിനെ കൊണ്ട് ബ്രഹ്മം എന്ന് പറയുന്ന, ഈശ്വരൻ എന്ന് പറയുന്ന, സത് എന്ന് പറയുന്ന, തത് എന്ന് പറയുന്ന വസ്തുവിനെ കൊണ്ട് സർവം ഇതം തതം മുഴുവൻ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. വിനാശം, അദർശനം, അഭാവം അവ്യയസ്യ നവ്യേതി ഇതി. അവ്യയസ്യ, ഈ അവ്യയനായിരിക്കുന്ന ഒരു വ്യയം ഇവിടെ സംഭവിക്കാത്ത, ഇതൊക്കെ വ്യാപിച്ചാലും ശരി ഒരു തെല്ല് പോലും കുറവ് സംഭവിക്കാത്തതായ, വ്യയം എന്ന് വെച്ചാൽ നഷ്ടമാണ്, നഷ്ടം സംഭവിക്കാത്തതായ, ഉപചയം എന്ന് വെച്ചാൽ നഷ്ടം തന്നെ, നഷ്ടം സംഭവിക്കാത്തതായിരിക്കുന്ന ഈ ബ്രഹ്മത്തെ കൊണ്ട് ഇത് മുഴുവൻ വ്യാപ്തമായിരിക്കണം. അതുകൊണ്ട് തന്നെ നൈത് തദാഖ്യം ബ്രഹ്മസ്വേനക രൂപേണ വ്യതി വ്യഭിചരതി നിരവയവത്വാത് ദേഹാദിവത്. ഇത് ഈ ബ്രഹ്മം, ഈ ഈശ്വരൻ, സദ്വസ്തു ശരീരം പോലെയല്ല എന്നതുകൊണ്ട് ശരീരത്തിന് ഇന്ദ്രിയങ്ങളുണ്ട്, ഇന്ദ്രിയങ്ങൾ നശിക്കുന്നതാണ്, ഇത് പരിണാമത്തെ പ്രാപിക്കുന്നതാണ്. ഇതുപോലെ ഒരു ഇന്ദ്രിയത്തോടുകൂടി, ഒരു ദേഹത്തോടു കൂടിയുള്ളതല്ല ഈ ആത്മാവ്, ഈ ഈശ്വരൻ, ഈ ഈശ്വരശക്തി, ബ്രഹ്മരൂപം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഇതിന് നാശസ്വഭാവല്യ. അവിനാശിതു തദ്വിദ്ധി യേന സർവമിദം തതം വിനാശമവ്യയസ്യ അസ്യ. അസ്യ അവ്യയസ്യ വിനാശം ന കശ്ചിൽ കർത്തും അർഹതി. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ അവിനാശിയായിരിക്കുന്ന ബ്രഹ്മത്തെ നശിപ്പിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. കാരണം ശരീരം ഉണ്ടെങ്കിലല്ലേ നശിപ്പിക്കാൻ പറ്റൂ. അങ്ങനെ ഒരു ഭാവത്തിലുള്ള ശരീരം ഉള്ളതല്ല ഈ ചൈതന്യ വസ്തു എന്ന്. അതുകൊണ്ട് ഒരാൾ ഒരു കുടമുണ്ടാക്കി അതിനെ തച്ചുടച്ചു എന്ന് പറയുന്നത് പോലെ ഒന്നിനെ ഞങ്ങൾ നശിപ്പിച്ചാൽ ഈ ബ്രഹ്മത്തെ നശിപ്പിക്കാം എന്ന് ധരിക്കേണ്ട. അങ്ങനെ ധരിച്ചു ആര്? കംസൻ. അല്ലേ? കംസൻ എന്താ ധരിച്ചത്? മഹാവിഷ്ണുവിനെ നശിപ്പിക്കണമെങ്കിൽ വേദമാണ് മഹാവിഷ്ണുവിനെ, യാഗമാണ് വിഷ്ണുവിനെ സംരക്ഷിക്കുന്നത്. യാഗം സംരക്ഷിക്കാൻ വേദമാണ് ആവശ്യം. വേദം സംരക്ഷിക്കുന്നത് ബ്രാഹ്മണരും ഋഷികളും ഇവരൊക്കെയാണ്. അപ്പോൾ ഈ ഋഷികളെയും ദേവതകളെയും ബ്രാഹ്മണരെയും ഒക്കെ അങ്ങോട്ട് നശിപ്പിച്ചു കളഞ്ഞാൽ വേദം പോവും, തദ്വാരാ ഈ ബ്രഹ്മവും മഹാവിഷ്ണുവും നശിക്കും. അങ്ങനെ നാരായണനും പോവും, വേദവും പോവും. അങ്ങനെ നാരായണൻ്റെ ഈ 8ാമത്തെ അവതാരം ഉണ്ടാവില്ല, ഈ കൃഷ്ണനും വരില്ല, എല്ലാം നശിക്കും. അപ്പോൾ അതാ നല്ലത് എന്ന് തീരുമാനിച്ച് കംസനൊരിക്കൽ അബദ്ധം പറ്റിയതാണ്. കംസനെ പോലത്തെ അപക്വമതികളാണെങ്കിൽ നമ്മൾക്കും അത് തന്നെയാണ് പറ്റുക. ഗീതയെ നശിപ്പിച്ചാൽ നമ്മളുടെ ധർമ്മം നശിക്കും എന്ന് ധരിച്ചാലോ? അങ്ങനെ ധരിച്ചു. ഓ, സ്ത്രീകളെ കുറ്റം പറയുന്നതാണ് നമ്മളുടെ ധർമ്മം എന്ന് പറഞ്ഞ് കുറേ ആളുകൾ ഇവിടെ മനുസ്മൃതി കത്തിച്ചു. മനുസ്മൃതി ഒന്ന് വായിച്ചു നോക്കാനുള്ള സന്മനസ് പോലും കാണിക്കാത്ത ആ കോമാളികളാണ് ഈ വേഷം കിട്ടിയത്, അല്ലേ? അതിലും എഴുതിയ വസ്തുത എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ ഒന്ന് പഠിക്കെങ്കിലും വേണ്ടേ? അതുപോലും ചെയ്തിട്ടില്ല അവർ, അങ്ങനത്തെവരാ. അങ്ങനെ ഒരു ഗ്രന്ഥത്തിൻ്റെ മുകളിലോ ഒരാളുടെ മുകളിലൊന്നും അല്ല ഈ സനാതനധർമ്മം നിലനിൽക്കുന്നത്. ഇത് സനാതനമാണ്. അതുകൊണ്ട് ന കശ്ചിൽ കർത്തുമർഹതി വിനാശം.
ഈ ഭഗവാനെ നശിപ്പിക്കാൻ ആരെ കൊണ്ടും സാധ്യമല്ല. അതുപോലെ തന്നെയാണ് ഈ സനാതനധർമ്മത്തെയും നശിപ്പിക്കാൻ ഒരാളെ കൊണ്ടും നശിപ്പിക്കാൻ സാധ്യമല്ല എന്നത് തീർച്ച തന്നെയാണ്. അതഃ അവ്യസ്യാസ്യ ബ്രഹ്മണഃ വിനാശം ന കശ്ചിത് കർത്തുമർഹതി എന്ന് ഉറപ്പിച്ചാണ് പറയുന്നത്. ന കശ്ചിത് ആത്മാനം വിനാശയിതും ശക്നോതീതി എന്ന് ഉറപ്പിക്കുക. അതുകൊണ്ട് ഈ ജീവനെ, ഈ ഈശ്വരനെ നശിപ്പിക്കാൻ ഒരാളും ഒരിക്കലും ശ്രമിക്കേണ്ട, സാധ്യമല്ല. ആത്മാഹി ബ്രഹ്മ സ്വാത്മനി ച ക്രിയാവിരോധാത്. ഇനി ആത്മാ, സത്യം പറഞ്ഞാൽ ആ ബ്രഹ്മഭാവം തന്നെയാണ് ഈ ആത്മാവും. കാരണം എന്താ? ക്രിയാവിരോധാത്, സ്വാത്മനി ക്രിയാവിരോധാത്. ഇവിടെ നമ്മൾ ഈ ചെയ്തു കൂട്ടുന്നതൊക്കെ സാക്ഷി മാത്രമാണ് ഈ ജീവൻ. അല്ലാതെ ജീവൻ ഒന്നും ചെയ്യുന്നില്ല, ജീവൻ ഒന്നിനും കൂട്ടു നിൽക്കുന്നില്ല. പക്ഷേ ഈ ഇന്ദ്രിയങ്ങളും ശരീരങ്ങളും മനസ്സും എല്ലാവരും ചേർന്ന് ചെയ്യുന്നതായിരിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു മൂകസാക്ഷിയായി ഭവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒന്ന് മനസ്സിലാക്കുക, ശരീരം നശിപ്പിച്ചാലും പ്രപഞ്ചത്തിൽ എന്ത് നശിപ്പിച്ചാലും ജീവനെ, ആത്മാവിനെ നശിപ്പിക്കാൻ സാധ്യമല്ല, ഈശ്വരനെ നശിപ്പിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് അവിനാശിതു തദ്വിദ്ധി യേന സർവമിദം തതം വിനാശം അവ്യയസ്യാസ്യ ന കശ്ചിൽ കർത്തും അർഹതി എന്നത് ഉറപ്പിച്ചു തന്നെ പറയുന്നു. ഇത് സാധ്യമല്ല. ഈശ്വര വിരോധം ചെയ്യാൻ ആർക്കും സാധ്യമല്ല അർജുന. ഇനി കിം പുനഃ തദാ അസത് സത്. ഈ അസത്തും സത്തുമായിരിക്കുന്ന ഈ വിഷയം ഒന്നുകൂടി ഇങ്ങനെ വിസ്തരിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കുന്നത്. അതെന്താ? അന്തവന്തൈമേ ദേഹാഃ നിത്യസ്യോക്താ ശരീരിണഃ അനാശിനോ പ്രമേയസ്യ തസ്മാദുഹ്യസ്വ ഭാരത. അതാണ് ഇവിടെയാണ് ഭഗവാൻ ആദ്യം തന്നെ ആയുധെടുക്ക് പുറപ്പെടുകയെന്ന് പറഞ്ഞത്. ഈ അന്തവന്ത ഇമേ ദേഹാഃ അന്തവന്തഃ. ഈ ദേഹം സത്യത്തിൽ അശ്വരമാണ്, അവസാനിക്കുന്നതാണ്. നിത്യസ്യ ഉക്താഃ ശരീരിണ. ഇനി അനാശിനഃ അപ്രമേയസ്യ ശരീരിണഃ നിത്യസ്യ. അങ്ങനെയാണ്. എന്നാൽ അന്തവന്തമായിരിക്കുന്ന, അന്തമുള്ളതായിരിക്കുന്ന ദേഹം എന്ന ശരീരിയായിരിക്കുന്ന, അപ്രമേയനായിരിക്കുന്ന, നാശമില്ലാത്തതായിരിക്കുന്ന ജീവനോ അത് നാശമില്ലാത്തത്. അങ്ങനെയാണ്. നിത്യനും നാശരഹിതനും അപ്രമേയനുമായതാണ് ആത്മാവ്. അപ്പോൾ എന്നാൽ ശരീരങ്ങളാണെങ്കിലോ നശിക്കുന്നതുമാണ്. അതുകൊണ്ട് ഹേ ഭാരത തസ്മാത് യുദ്ധ്യസ്വ. അതുകൊണ്ട് അല്ലയോ ഭാരത, ബുദ്ധിമാനായിരിക്കുന്ന മഹാപുരുഷ, നീ ഒന്ന് മനസ്സിലാക്ക്.
നിന്റെ കർത്തവ്യം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി യുദ്ധം ചെയ്യാൻ തയ്യാറാവൂ എന്നാണ് ഈ 18ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതെന്താ എന്നുള്ളത് ഒന്നുകൂടി വിശകലനം ചെയ്ത് നോക്കേണ്ടതാണ്. ആ വിശകലനം നമ്മൾക്ക് അടുത്ത സമയത്ത് ചെയ്യാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.